ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്കാൻ വ്യൂ. ഇന്ന് നമ്മൾ നേരത്തെ ഇട്ട വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. നേരത്തെ നമ്മളൊരു 38 ഇഞ്ച് ബ്ലൗസിൻ്റെ കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു, ബാക്ക് പോർഷൻ. അപ്പോൾ ഇന്ന് നമ്മളതിൻ്റെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ബോഡിക്ക് അനുസരിച്ചാണ് നമ്മൾ മെത്തേഡ് സെയിം ആണെങ്കിലും ബോഡിക്ക് അനുസരിച്ച് നമ്മൾ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് പോർഷനിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തണമെന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ ഞാനിതൊരു വേറെ തുണിയിലാണ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. മറ്റേതൊക്കെ ഞാൻ ഗംഭീരമായിട്ട് കട്ടിങ് വീഡിയോ ഒക്കെ എടുത്തു എന്നായിരുന്നു എൻ്റെ വിചാരം. ഞാനിട്ട് എഡിറ്റ് ചെയ്യാൻ എടുക്കുമ്പോഴാണ് മനസ്സിലായത് അതൊന്നും റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു എന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു എക്സ്ട്രാ ഒരു തുണി എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഇതാ ബ്ലൗസിൻ്റെ തുണിയല്ല, വേറൊരു തുണി എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ വെക്കേണ്ടത് ആ ബ്ലൗസിന് നമ്മൾ തിരിച്ചിടുമ്പോൾ അതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്താണ് നിങ്ങൾ ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കട്ടിങ് വീഡിയോ ഞാൻ നേരത്തെ ബ്ലൗസിൻ്റെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ഒരു 1/4 ഇഞ്ച് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് സീം അലവൻസ്, ഹുക്ക് ആൻഡ് ഐ വെക്കാനുള്ള സീം അലവൻസ് ആണ്. അത് കൂടാതെ നമ്മൾ നേരത്തെ എന്തൊക്കെയാണോ ബാക്കിൽ മാർക്ക് ചെയ്തത് അതെല്ലാം ഒന്നുകിൽ നിങ്ങൾക്ക് ബാക്ക് പോർഷൻ വെച്ച് കട്ട് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതാ എന്നെ പോലെ എക്സ്ട്രാ വരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു, എന്നിട്ടാണ് എഡിറ്റ് ചെയ്യാൻ എടുക്കുന്നത്. എഡിറ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ കട്ടിങ് ഒന്നും തന്നെ ക്യാമറയിൽ റെക്കോർഡായിട്ടില്ല, സ്പേസ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ എക്സ്ട്രാ ഒരു തുണിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. അപ്പോൾ നമ്മളിത് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യണം. പക്ഷേ ആകെയുള്ളൊരു ഡിഫറൻസ് നമ്മുടെ സൈഡിൽ ഒരു 1/4 ഇഞ്ച് ഹുക്കും ഐയും നമ്മളുടെ പീസസ് ജോയിൻ ചെയ്യാനുള്ള സീം അലവൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി നെക്ക് വിഡ്ത്ത് 2.25, ടോട്ടൽ ഷോൾഡർ 6 ഇഞ്ച്, ഒരു 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആം ഹോൾ 6 ഇഞ്ച് ഇറക്കി. അതിനുശേഷം നമ്മൾ 10 ഇഞ്ചും ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തു, 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്തു. ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് എനിക്ക് വേണ്ടത് 6.25 ഞാനിവിടെ 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ 3 ഇഞ്ച് കൊടുക്കാം, 2.25 മുകളിലും താഴെ 3 ഇഞ്ച് കൊടുക്കാം. ഇതെല്ലാം തന്നെ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ 1/4 ഇഞ്ചിൻ്റെ അപ്പുറത്തോട്ടാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. സീം അലവൻസ് 1/4 ഇഞ്ച് നമ്മളവിടെ ഹുക്കിനും മൈനും വേണ്ടി കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്തോട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം വരുന്നത്, ഡാർട്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ അപ്പെക്സ് പോയിൻ്റാണ്. അപ്പെക്സ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡർ മുതൽ നിങ്ങളുടെ നിപ്പിൾ പോയിൻ്റ് വരെയുള്ള ലെങ്ത്താണ്. ഇത് നിങ്ങൾ ബോഡിയിൽ നിന്നും എടുക്കുമ്പോൾ വളരെ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഡാർട്ടൊക്കെ കറക്റ്റായിട്ട് നിൽക്കും, അവിടുത്തെ കപ്പ് ഷേപ്പൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ എനിക്ക് 10.5 ഇഞ്ചാണ്. ഞാനത് ആ മുകളിലുള്ള സീം അലവൻസ് കഴിഞ്ഞിട്ട് താഴേക്ക് 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അത് കൂടാതെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബ്രസ്റ്റ് കഴിയുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അണ്ടർ ബ്രസ്റ്റ് പോയിൻറ്റ്, ആ ഷേപ്പ് കഴിയുന്ന ഭാഗം ഓരോരുത്തർക്കും ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ അതും ഞാനിവിടെ ബോഡിയിൽ നിന്ന് എടുത്തപ്പോൾ എനിക്ക് ടോട്ടൽ ആ ബ്രസ്റ്റ് വഴി നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ 13.25 അണ്ടർ ബ്രസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്ന പോയിൻറ്റ്. ബ്രസ്റ്റ് നമ്മളുടെ കഴിഞ്ഞിട്ടുള്ള ആ ഭാഗത്തുള്ള ലെങ്ത്താണ് പറയുന്നത്. അപ്പോൾ 10.5 ഇഞ്ചിലും 13.25 ഇഞ്ചിലും ഞാൻ മാർക്ക് ചെയ്തു. ഇനി അതൊന്ന് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് നിപ്പിൾ ടു നിപ്പിൾ പോയിൻ്റ് ആണ്. 2 നിപ്പിൾ തമ്മിലുള്ള അകലം നിങ്ങൾക്ക് ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ബസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 39 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ 3.9 ആണ്. അപ്പോൾ അതിനെ റൗണ്ട് ചെയ്ത് നമ്മൾ ഇതാ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ആ 1/4 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് 4 ഇഞ്ച് നമ്മൾ 2 ലൈനിലും മാർക്ക് ചെയ്യുകയാണ്, അപ്പെക്സ് ലൈനിലും അണ്ടർ ബസ്റ്റ് ലൈനിലും. ഇനി ആ അപ്പെക്സ് ലൈനിൻ്റെ പോയിൻറ്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴേക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്യുകയാണ്. നേരത്തെ ബ്ലൗസ് കട്ടിങ്ങിൽ ഞാൻ അതേ ലൈനിൽ നിന്നാണ് മെയിൻ ഡാർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ബ്ലൗസിൽ ഞാനിത് ഒരു 1/2 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുകയാണ്. അത് നമുക്ക് ബോഡിയിൽ നോക്കുമ്പോൾ കുറച്ച് ബസ്റ്റ് സൈസ് കൂടുതലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇനി നമുക്ക് ആ അപ്പെക്സ് ലൈനിലാണ് നമ്മുടെ ബസ്റ്റ് റൗണ്ടിൻ്റെ മാർക്കിംഗ് കൊടുക്കേണ്ടത്. ബസ്റ്റ് ഫുൾ ബസ്റ്റ് നമുക്കിവിടെ 39 ആണ് ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ. അപ്പോൾ അതിന് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9.25 കിട്ടുക. ഈ 9.25 നമ്മൾ മുകളിൽ ചെസ്റ്റിൻ്റെ അവിടെ നമ്മൾ ഒരു 1/2 ഇഞ്ചാണ് നമ്മൾ ഈസിന് വേണ്ടി, അതായത് ലൂസിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേത് തന്നെ നമ്മൾ ഇവിടെയും ആഡ് ചെയ്യണം. ബസ്റ്റിലും നമ്മൾ 1/2 ഇഞ്ച് തന്നെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 10.25 ആ ലൈനിൽ വേണ്ടത്. പക്ഷേ ആ 10.25 മാത്രമായിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ റഫായിട്ടൊരു ബാക്ക് പീസ് ജസ്റ്റ് ഒന്ന് വരച്ചെടുത്താണ്. നിങ്ങൾ ആ ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്ന് വ്യക്തമായിട്ട് കണ്ടു നോക്കണേ, നേരത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അപ്പം ഞാനിവിടെ അതൊന്ന് റഫായിട്ടൊരു തുണിയിൽ വരച്ചെടുത്തതാണ്. ഷോൾഡർ 6 ഇഞ്ച്, ആം ഹോള്
6 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് ഈസ് ചേർത്തിട്ട് 10ഉം താഴെ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ 8 ഇഞ്ചാണ്. പക്ഷെ നമുക്ക് അവിടെ 1 ഇഞ്ചിൻ്റെ ഡാർട്ടും കൂടി ചേർത്തിട്ട് 9 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ബാക്കി ഒരു 1.5 ഇഞ്ച് സീം അലവൻസും ചേർത്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നേരത്തെ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ മാർക്ക് ചെയ്തില്ലേ, ഷോൾഡർ ടു നിപ്പിൾ പോയിൻറ്റ്, അതായത് അപ്പെക്സ് പോയിൻറ്റ്, അത് നമ്മൾ മാർക്ക് ചെയ്തത് 10.5 ഇഞ്ചിലാണ്. ആ 10.5 ഇഞ്ച് എവിടെയാണോ ഈ ബാക്ക് പോർഷനിൽ വരുന്നത് അവിടുത്തെ വിഡ്ത്തും കൂടി നമ്മൾ എടുത്ത് നോക്കണം. അപ്പോൾ ഇവിടെ ആക്ച്വലി വേണ്ടത് നമുക്ക് നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തല്ലോ, നമുക്ക് വേണ്ടത് 10.25 അതായത് 39 ഫുൾ ബസ്റ്റ്. അതിന് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെസ്റ്റിൽ നമ്മൾ എത്രയാണോ ഈസ് വേണ്ടിയിട്ട് കൊടുത്തത് 1/2 ഇഞ്ച്, അത് തന്നെ നമ്മൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9.25 പ്ലസ് 1/2 ഇഞ്ച് ചേർക്കുമ്പോൾ നമുക്ക് 10.25 ഇഞ്ചാണ് വരേണ്ടത്. പക്ഷെ നമുക്ക് ഇവിടെ എത്രയേ വന്നിട്ടുള്ളൂ, 9.5 ഇഞ്ചാണ് നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ബാക്കി ഒരു 3/4 ഇഞ്ചിൻ്റെ കുറവ് നമുക്ക് ഇവിടെ ഉണ്ട്. ആ കുറവ് നമ്മൾ എവിടെ ഇടണം, ഫ്രണ്ട് പോർഷനിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഓൾറെഡി ആ 10.5 ഇഞ്ചിൽ വരച്ച ലൈനിൽ മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 10.25 ഇഞ്ചാണെന്ന്. അപ്പോൾ നമ്മുടെ ബാക്ക് പോർഷനിലെ കുറവായിട്ടുള്ള 3/4 ഇഞ്ച് ഈ ഒരു 10.25ൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് അപ്പോൾ 11 ഇഞ്ചാണ് നമ്മൾ ആ ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ആ ചെസ്റ്റ് പോയിൻറ്റും അതേപോലെ ബസ്റ്റ് പോയിൻറ്റും തമ്മിൽ എങ്ങനെയാണോ കണക്ട് ചെയ്യാൻ പറ്റുന്നത് അതേപോലെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ആ വേസ്റ്റ് ലൈനിലേക്കും കൂടി നീങ്ങുന്ന രീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക, വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ലൈനിൽ നിന്നാണ് നമ്മൾ ഇനി നമ്മുടെ മെയിൻ ഡാർട്ടിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ചില ആളുകൾക്ക് ഈ ഒരു ലൈൻ ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിട്ടായിരിക്കും വരിക, ചില ആളുകൾക്ക് അത് ഉള്ളിലേക്ക് ആയിട്ടായിരിക്കും വരിക. അത് ഓരോരുത്തരുടെ ചെസ്റ്റും ബസ്റ്റും വ്യത്യാസം അനുസരിച്ചിട്ട് ഇരിക്കും. ഇനി നമ്മൾ ഇവിടുത്തെ എത്രയാണോ വിഡ്ത്ത് എന്നുള്ളത് അളന്ന് നോക്കണം. അപ്പോൾ എനിക്കിവിടെ കിട്ടിയത് 11.25 പക്ഷെ നമുക്ക് ശരിക്കും വേസ്റ്റ് റൗണ്ട് എത്രയേ വേണ്ടുള്ളൂ, 8 ഇഞ്ചാണ് വേണ്ടുള്ളൂ അല്ലേ. അപ്പോൾ ഈ 11.25 നമ്മൾ 8 ഇഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് 3.25 കിട്ടും. ഈ 3.25 നമ്മുടെ ഡാർട്ടിൻ്റെ ടോട്ടൽ വിഡ്ത്ത്. അപ്പോൾ നമ്മളതിനെ ഈ ഒരു പോയിന്റിൽ നിന്ന് 2 സ്ഥലത്തേക്കും ഡിവൈഡ് ചെയ്തിട്ടാണല്ലോ മാർക്ക് ചെയ്യുക. 3.25 എനിക്ക് ഈ ഒരു ബ്ലൗസിന് മെയിൻ ഡാർട്ടിൻ്റെ വിഡ്ത്തായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 1.25 ഒരു പോയിന്റ് ലെഫ്റ്റിലേക്കും അടുത്തത് 1.25 ഒരു പോയിന്റ് റൈറ്റിലേക്കും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഡാർട്ടിൻ്റെ വിഡ്ത്തായി 1.25 ഒരു പോയിന്റ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെയുള്ള എത്രയാണോ വിഡ്ത്ത് അതിൽ നിന്ന് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് അവിടെ വരേണ്ട വിഡ്ത്ത് 8 ഇഞ്ചാണ്. ആ 8 ഇഞ്ച് വേസ്റ്റ് റൗണ്ടിൻ്റെ 32 വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4. അവിടെ നമ്മൾ ഈസിന് വേണ്ടിയിട്ട് ഒന്നും ആഡ് ചെയ്യണില്ല. അപ്പോൾ 8 ഇഞ്ചാണ് കിട്ടേണ്ടുള്ളൂ. അപ്പോൾ ഇവിടെ 11.25 8 കുറച്ചപ്പോൾ 3.25 കിട്ടി. ആ 3.25 നമ്മൾ ഈ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും തുല്യമായിട്ട് ഭാഗിച്ചിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഒരു 1/2 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ പോയിന്റിലേക്ക് കൊടുക്കുക. ഇതാണ് ഈ ഒരു ബ്ലൗസിൻ്റെ ഡാർട്ട് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള ഡാർട്ട് ഇതാണ്. ഇനി നമുക്ക് മെയിൻ ഡാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡാർട്ടൊന്നും കുഴപ്പമില്ല. പിന്നെ ഈ അപ്പെക്സ് പോയിന്റ് വരച്ചിട്ടുള്ള ആ ലൈനിലാണ് നമ്മളുടെ സൈഡിലുള്ള ഡാർട്ട് വരിക. അത് ഏകദേശം ഒരു 1.25 ഇഞ്ച് നമ്മൾ ലെഫ്റ്റിലോട്ട് മാർക്ക് ചെയ്യണു. എന്നിട്ട് 1/4 ഇഞ്ച് മുകളിലും താഴെയായിട്ട് മാർക്ക് ചെയ്തിട്ട് അതാണ് നമ്മുടെ ഹുക്കിൻ്റെ അവിടെയുള്ള ഡാർട്ട് വരുന്നത്. അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോളിൻ്റെ അവിടുത്തെ ഡാർട്ട് കൊടുക്കുന്നതിന് മുൻപായിട്ട് ആം ഹോളൊന്ന് നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഒരു 3/4 ഇഞ്ച് ഇങ്ങനെ പുറകിലോട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മളിതുപോലെ വരച്ചെടുക്കുകയാണ്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നേരത്തെ ബ്ലൗസ് കട്ടിങ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം, ആം ഹോൾ വരച്ചെടുക്കാം. അപ്പോൾ ഫ്രഞ്ച് കർവ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഒരു വിഡ്ത്ത് വെച്ചിട്ട് വേണം നമ്മൾ വരച്ചെടുക്കാൻ. അപ്പോൾ നേരത്തെ വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് ഐഡിയ കിട്ടും. ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ. ഇനിയാണ് നമുക്ക് ഫ്രണ്ട് ആം ഹോളിൻ്റെ അവിടുത്തെ ഡാർട്ട് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഡാർട്ട് മാർക്ക് ചെയ്യുമ്പോൾ അപ്പെക്സ് പോയിൻ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് നമുക്കൊരു 2 2.25 ഇഞ്ചോ നമുക്ക് മുകളിലേക്ക് മാർക്ക് ചെയ്യാം. അത് ഓരോരുത്തരുടെ ബസ് സൈസ് അനുസരിച്ചിട്ടാണ്. കൂടുതൽ ബസ് സൈസ് ആണെങ്കിൽ നിങ്ങൾക്കൊരു 2.25 ഇഞ്ച് മുകളിലോട്ട് ഇതുപോലെ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ അപ്പെക്സ് പോയിന്റിൽ നിന്ന് ചെരിച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഡാർട്ട് വരേണ്ടത്
ഒരുപാട് റൈറ്റ് സൈഡിലേക്കും പോകാൻ പാടില്ല, ഒരുപാട് മുകളിലേക്ക് കയറിയിട്ടും പോകാൻ പാടില്ല. അപ്പോൾ നമ്മളുടെ ഒരു കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ലൈൻ വരുന്നത് ഓരോരുത്തരുടെയും ബസ് സൈസിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ലൈൻ നിങ്ങൾക്ക് ഒരുപാട് റൈറ്റ് സൈഡിലേക്കാണ് പോയതെങ്കിൽ നിങ്ങൾ ഇതേപോലെ മുകളിലേക്ക് കയറ്റിയിട്ട് വേണം 4 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അതല്ല, ചില ആളുകൾക്ക് ഇത് മുകളിലേക്ക് കയറി വരും. അപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് വേണം മാർക്ക് ചെയ്യാൻ. ചിലപ്പോൾ സെൻറ്ററിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നിങ്ങൾക്ക് 4 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നമ്മളുടെ ഒരു കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക. ഒറ്റന്നേ ഉള്ളൂ, നമ്മളുടെ ആ ഒരു ഡാർട്ട് ഒരുപാട് മുകളിലേക്കും കയറി പോകാൻ പാടില്ല, ഒരുപാട് റൈറ്റ് സൈഡിലേക്കും വരാൻ പാടില്ല. അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഡാർട്ട് കാൽക്കുലേഷനും മാർക്കിങ്ങും കഴിഞ്ഞിരിക്കുകയാണ്. മെയിനായിട്ടുള്ള ഭാഗം ഇതാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ വീഡിയോസ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് വേണ്ടത് ബാൻഡിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ഇവിടുത്തെ വിഡ്ത്ത് എത്രയാണോ അത് കണ്ടു, അതിനേക്കാളും ഒരു 4 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യുക. ഒരു 4 ഇഞ്ച് കൂട്ടിയിട്ട് ഇതേപോലെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1.25 ഇഞ്ചായിരിക്കും വരിക. കണ്ടോ, ഈ 1.25 ഇഞ്ച് തന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഡാർട്ട് പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്താൽ മതി. ഇങ്ങനെ ബെൻഡ് ചെയ്ത് വരയ്ക്കണം എന്നില്ല. നമ്മളത് ജോയിൻ ചെയ്ത് വരുമ്പോൾ, അതായത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അങ്ങനെ ഒരു ബെൻഡ് നമുക്ക് അവിടെ ഒരു കർവായിട്ട് നമുക്ക് കിട്ടിക്കോളും. ഇനി നമുക്ക് വേണ്ടത് ബാൻഡിൻ്റെ പോർഷൻ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അവിടെ താഴെ തുണിയില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പക്ഷേ ഇതുപോലെ നിങ്ങൾ എക്സ്ട്രാ ജോയിൻ ചെയ്യേണ്ടി വരില്ല, കാരണം നിങ്ങളുടെ ബ്ലൗസ് പീസിൽ ഇത് ഓൾറെഡി ഉണ്ടാവും. നിങ്ങൾക്കിത് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നേരത്തെ വീഡിയോ, കട്ടിങ് വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതുപോലൊരു പീസ് ഞാനിവിടെ എക്സ്ട്രാ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വെച്ചു എന്നുള്ളൂ. നമ്മളിതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ ബാൻഡ് പീസും കട്ട് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ വിഡ്ത്താണ്. അത് ആ 4 ഇഞ്ച് നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് അങ്ങോട്ട് 8 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആക്ച്വലി ബാക്ക് പീസിൽ ഈ ഒരു സൈഡിൽ എത്ര ലെങ്ത് ഉണ്ട് നോക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 9.25 ഇഞ്ചാണ്. ഓക്കെ, അതേപോലെ ഫ്രണ്ടിൽ നമുക്കിവിടെ എത്ര ലെങ്ത് ഉണ്ട് നോക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 6.25 ഇഞ്ചാണ്. അപ്പോൾ അത് തമ്മിൽ നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ 9.25 നിന്ന് 6.25 ഞാനിവിടെ മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് 3 ഇഞ്ചാണ് കിട്ടുക. ആ 3 ഇഞ്ചാണ് നമ്മുടെ ബാൻഡ് റെഡിയായി കഴിയുമ്പോൾ ഉള്ള ഇറക്കം വേണ്ടത്. പക്ഷെ നമ്മൾ ആ 3 ഇഞ്ച് മാത്രം കൊടുത്ത് കട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം മുകളിൽ നമുക്ക് ഈ ഒരു പീസുമായിട്ട് ജോയിൻ ചെയ്യാനുള്ള ഒരു 4 ഇഞ്ചും താഴെ നമുക്ക് ലൈനിങ് ഇട്ടിട്ട് ബാൻഡ് മറിച്ചടിക്കാനുള്ള ഒരു 4 ഇഞ്ചും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് 3.5 ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 1/2 ഇഞ്ച് സീം അലവൻസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ മുകളിലും താഴെയും നിങ്ങൾ 1/2 ഇഞ്ച് സീം അലവൻസ് എടുത്തിട്ട് വേണം നിങ്ങളുടെ ബാൻഡിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കാൻ. ഞാനിവിടെ 4 ഇഞ്ചാണ്, അതുകൊണ്ട് ഞാൻ മുകളിലും താഴെയും 4 ഇഞ്ച് കണക്കാക്കിയിട്ട് 3.5 ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് നമ്മളൊന്ന് ചെരിച്ചിട്ടാണ് ഒന്ന് കണ്ടുപിടിക്കേണ്ടത്. 3.5 ഇഞ്ച് എവിടെയാണെന്നുള്ളത് ഇതേപോലെ വെച്ചിട്ടൊന്ന് ചെരിച്ചിട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മളിതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ എത്ര ലെങ്ത് ഉണ്ടെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് എങ്ങനെയാണോ ഈ ഒരു പോയിൻ്റ് വന്നത് അതങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് ഇടാൻ മറക്കരുത്. ഞാനിവിടെ മിക്കവാറും സീം അലവൻസ് ഇടാൻ മറന്നു പോയിട്ട് ആദ്യം ബാൻഡ് കട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി നമ്മൾ ഇട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ബാൻഡും ഫ്രണ്ട് പീസും റെഡിയായി. എന്നിട്ട് കട്ട് ചെയ്ത ശേഷം ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ച് ഇങ്ങനെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം ബാൻഡിൽ. അതേപോലെ ഫ്രണ്ട് നെക്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ട് നെക്ക് ചില ആളുകൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു ലൂസായിട്ട് വരും. അപ്പോൾ ആ ഒരു 4 ഇഞ്ച് നമ്മൾ ഹുക്കിനും മൈക്കും വേണ്ടിയിട്ടുള്ള പടി വെക്കാനുള്ള ഒരു സീം അലവൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, അതിങ്ങനെ ഇതുപോലെ ജസ്റ്റ് ഒന്നൊരു 4 ഇഞ്ച് മാത്രം നമ്മുടെ ആ ഫസ്റ്റ് ഡാർട്ടിലേക്ക് ഒന്ന് ചെരിച്ച് ഒന്ന് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട് പോർഷൻ കട്ടിങ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നേരത്തെ വീഡിയോസും കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.